നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. വർമ്മ സാറിനോട് സത്യങ്ങൾ തുറന്നു പറയാൻ ഞാൻ ശ്രമിച്ചപ്പോഴൊക്കെ എന്താണ് നടന്നെന്ന് മാഡത്തിന് അറിയാവുന്നതല്ലേ? ഞാൻ ഇനി വർമ്മ സാറിനെ സത്യം എന്താണെന്ന് അറിയിക്കാൻ ശ്രമിച്ചില്ലെങ്കിലും ആ സത്യം എന്നാണെങ്കിലും പുറത്തു വരിക തന്നെ ചെയ്യും. ഋതിക മാഡം അത് ഫേസ് ചെയ്യാൻ തയ്യാറായി ഇരിക്കുന്നത് തന്നെയാണ് നല്ലത്. എല്ലാവരുടെയും മുന്നിൽ നീ മുട്ടുകുത്തുന്നത് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. പിന്നെ നീ കുറെ ഉണ്ടാക്കും. ഒന്ന് പോടി. കേട്ടല്ലോ മകന്റെ വായിന്ന് വരുന്ന എന്താണെന്ന്. ഇവന്റെ നാക്കും പ്രവൃത്തി ശരിയാവാതെ അംബികമ്മയുടെ എത്ര ശ്രമിച്ചാലും ഇവൻ നന്നാവാനും പോകുന്നില്ല, ഇവന് നല്ലതൊന്നും സംഭവിക്കാനും പോകുന്നില്ല. എന്താ വേണ്ടെന്ന് എനിക്കറിയാം. നീ ചെവിയിൽ നുള്ളിക്കോ. നിന്റെ അഹങ്കാരത്തിന് രമ്യ ഒരു അവസാനം ഉണ്ടാക്കും. രമ്യ, ഞാൻ പറയുന്ന നീ ഒന്ന് കേക്ക്. നിനക്കിപ്പോ എന്താ വേണ്ടത്? ദീപക്ക് നിന്നോട് നന്ദി പറയണം, അത്രയല്ലേ ഉള്ളൂ. എനിക്കിവന്റെ നന്ദിയും വേണ്ട, നിങ്ങളുമായിട്ടുള്ള ഒരു ഇടപാടും വേണ്ട. എന്താണോ നീ നോക്കി പേടിപ്പിക്കുന്നേ? ഞാൻ നോക്കിയപ്പോ നീ അങ്ങ് പേടിച്ചു പോയോ? ദീപക്കേ, നിർത്തറ നിഷേധി. എടാ, ഇനി രമ്യയെ ദേഷ്യം പിടിപ്പിക്കുന്ന രീതിയിൽ ഒരു വാക്ക് നീ പറഞ്ഞ നിന്റെ കരണം അടിച്ച് ഞാൻ പൊളിക്കും. ഇങ്ങനൊരു വിവരമില്ലാത്തവനാണല്ലോ ഈശ്വര നീ എന്റെ വയറ്റ് തന്നത്. നിൽക്കുന്ന നിപ്പ് കണ്ടില്ലേ, തോന്നിയാസി. രമ്യെ, ഇവനെ കൊണ്ട് ഞാൻ തന്നെ മടുത്തു മോളെ. ഇവനെ എനിക്ക് തന്നെ പിടിക്കുന്നില്ല. പിന്നെ രമ്യമോൾക്ക് ഇവനോട് ദേഷ്യം വരുന്നതിൽ എനിക്ക് ഒരു അത്ഭുതവുമില്ല. എന്റെ മകന്റെ മുന്നും പിന്നും നോക്കാതെയുള്ള വർത്തമാനത്തിന് ഞാൻ രമ്യയോട് ക്ഷമ ചോദിക്കുന്നു. രമ്യയെ ഞാനൊരു നല്ല സുഹൃത്തായ കണ്ടിരിക്കുന്നെ. എന്തിനും ഏതിനും അംബികയുടെ ഒപ്പമല്ല, അംബികയുടെ മുകളിൽ നിൽക്കുന്ന ചുണക്കുട്ടി. നമ്മൾ തമ്മിലൊരു പിണക്കം വേണ്ട, അത് ബുദ്ധിയല്ല. ശരി. വായി കിടക്കുന്ന നാക്കുകൊണ്ട് ആ പെണ്ണിന്റെ മുഖത്ത് നോക്കി ഒരു വാക്ക്, എടാ ഒരു വാക്ക് പറയാനാണോ നിനക്ക് ഇത്ര ബുദ്ധിമുട്ട്? ആ, എനിക്കിത്തിരി ബുദ്ധിമുട്ടുള്ള കാര്യ, പ്രത്യേകിച്ച് അവളുടെ മുഖത്ത് നോക്കി. ദേ, കീരിയും പാമ്പും പോലെന്ന് പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ, ഇപ്പൊ കണ്ടു. എടാ, ഒരു പരിധി വിട്ടേ അവളെ നീ വെറുപ്പിക്കാൻ നിർത്തണ്ട മോനെ. അത് നിനക്കുള്ള കുഴി തന്നെ ആവും. ഒരു മയത്തിൽ അവളെ കൂടെ നിർത്തുന്നതാ നമുക്കെപ്പോഴും ബലം. നിന്റെ ഈഗോ ഒക്കെ മാറ്റിവെച്ച് നീ അമ്മ പറയുന്ന ഒന്ന് ആലോചിക്ക്. അപ്പൊ നിനക്ക് മനസ്സിലാവും. വായിങ്ങോട്ടാ. രാജു, എന്നാലും കൃത്യസമയത്ത് എങ്ങനെ കറണ്ട് പോയത്? അതാ എനിക്ക് മനസ്സിലാവാത്ത. ആരോ പ്ലാൻ ചെയ്തതുപോലെ ദീപക് ദിവ്യയുടെ അടുത്തെത്താനും സ്വിച്ച് ഓഫ് ചെയ്തതുപോലെ കറണ്ട് പോയി. ആ ചെറിയ ഗ്യാപ്പിനിടയിൽ പോയ കറണ്ട് തിരിച്ചും വന്നു. ഇനി രമ്യയുടെ പണി എങ്ങനെ ആയിരിക്കും? അവളൊരു പെണ്ണല്ലേ, മറ്റൊരു പെണ്ണിന് ഉപകാരം ഉണ്ടാക്കുന്ന ഒരു കാര്യത്തിന് അവള് തടസ്സം നിൽക്കാൻ ശ്രമിക്കോ? നല്ലൊരു ചാൻസ് ആയിരുന്നു മിസ്സായത്. ഇനി ദിവ്യക്ക് കുഞ്ഞുണ്ടായി DNA റിസൾട്ട് വരുന്നതുവരെ കാത്തിരിക്കണം. രാജു, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? എന്താ ഋതിക മാഡം? ചോദിക്കുന്നതുകൊണ്ടൊന്നും വിചാരിക്കരുത്. DNA റിസൾട്ട് വന്ന് ദീപക് ദിവ്യയുടെ കുഞ്ഞിന്റെ അച്ഛനാണെന്ന് തെളിഞ്ഞ പിന്നെ ഏകദേശം വീട്ടിലെ പ്രശ്നങ്ങളൊക്കെ തീരും. അതെ, വർമ്മ സാർ ഉറപ്പായിട്ടും ദീപകിനെ വീട്ടിൽ നിന്നും പുറത്താക്കും. പിന്നെ അംബിക മാഡത്തിന്റെ വിളച്ചിലൊന്നും ആ വീട്ടിലെ ചെലവാവാൻ പോകുന്നില്ല. അങ്ങനെയൊക്കെ സംഭവിച്ചു കഴിഞ്ഞ സത്യങ്ങളെല്ലാം അച്ഛനോട് തുറന്നു പറഞ്ഞ് രാജു എന്നെ ഉപേക്ഷിക്കൂ. എന്താ രാജു ഒന്നും മിണ്ടത്തെ?
അതൊക്കെ പിന്നീടുള്ള കാര്യമല്ലേ മാഡം. ഇപ്പോ എല്ലാം മാഡം വിചാരിക്കുന്ന പോലെയല്ലേ നടക്കുന്നത്. വർമ്മ സാറിനോട് സത്യങ്ങൾ തുറന്നു പറയാൻ ഞാൻ ശ്രമിച്ചപ്പോഴൊക്കെ എന്താണ് നടന്നതെന്ന് മാഡത്തിന് അറിയാവുന്നതല്ലേ. ഞാനിനി വർമ്മ സാറിനെ സത്യം എന്താണെന്ന് അറിയിക്കാൻ ശ്രമിച്ചില്ലെങ്കിലും ആ സത്യം എന്നാണെങ്കിലും പുറത്തു വരിക തന്നെ ചെയ്യും. ഋതിക മാഡം അത് ഫേസ് ചെയ്യാൻ തയ്യാറായി ഇരിക്കുന്നത് തന്നെയാണ് നല്ലത്. മനസ്സിലുള്ള ആവശ്യമില്ലാത്ത ചിന്തകളൊക്കെ മാറ്റിവെച്ച പ്രാവർത്തികമായി ചിന്തിക്കുന്നതായിരിക്കും മാഡത്തിന്റെ ഭാവിക്ക് നല്ലത്. എല്ലാവരുടെ ഭാവി നോക്കി പറയാൻ രാജു എന്താ കൈനോട്ടക്കാരനാണോ? ഞാൻ വേറെ ആരുടെയും കാര്യം പറഞ്ഞില്ലല്ലോ. ഋതിക മാഡത്തിന്റെ കാര്യമല്ലേ പറഞ്ഞത്. എന്റെ ഭാവി ഭൂതമൊക്കെ ഞാൻ നോക്കിക്കോളാം. രാജു എന്നെ കൂടുതൽ പഠിപ്പിക്കാൻ വരണ്ട. ആ അതിന് ഞാനല്ലല്ലോ, ഋതിക മാഡം അല്ലേ എന്നോട് സംസാരിച്ചു തുടങ്ങിയത്. ഞാൻ അതിനുള്ള മറുപടി തന്നല്ലേ ഉള്ളൂ. രാജു പറയുന്നതും ചില സമയത്ത് രാജുവിന്റെ മറുപടികളും എനിക്ക് തീരെ പിടിക്കുന്നില്ല. എന്തിനാ മാഡം വെറുതെ വഴക്കൂടുന്നത്? ഞാൻ ആരോടും ഒന്നും പറയുന്നില്ലേ. രാജുവിനോട് സംസാരിക്കാൻ വന്നത് എന്റെ തെറ്റ്. ഈ ഋതിക മാഡം മാഡം ഇങ്ങനെ ദേഷ്യപ്പെട്ട് വീടിനകത്ത് കയറി പോയാ അച്ഛനും അമ്മയും എന്ത് വിചാരിക്കും? വേറെന്ത് വിചാരിക്കാൻ? നമ്മൾ തമ്മിൽ വഴക്കിട്ടൊന്ന് വിചാരിക്കും. എന്റെ പൊന്ന് ഋതിക മാഡം പ്ലീസ് മതി. എല്ലാ പ്രശ്നം നമുക്ക് പറഞ്ഞു തീർക്കാം. ഇതങ്ങനെ പറഞ്ഞു തീരുന്ന പ്രശ്നമല്ല രാജു. നീ മനസ്സ് വെച്ചാലേ ഈ പ്രശ്നം തീരൂ. ഋതിക മാഡത്തിനെ കാണുന്നില്ലല്ലോ. കടയിൽ പോയിട്ട് 2 മിനിറ്റ് ആകും മടങ്ങി വരാന്ന് പറഞ്ഞ ആളാ. ഇത് എവിടെ പോയി കിടക്കുക? മാഡം കൈ നോക്കി ഭാവി പറയും മാഡം. വേണ്ട. മാഡം ഭാവി മാത്രമല്ല ഭാവിയും ഭൂതവും എല്ലാം പറയും. സോറി, വേണ്ട. സത്യം സത്യമായിട്ട് തന്നെ പറയും മാഡം. മനസ്സിനെ അലട്ടുന്ന എന്തോ ഒരു പ്രശ്നം മാഡത്തിന് ഉണ്ടല്ലോ. ഭർത്താവുമായിട്ട് എന്തോ ഒരു പ്രശ്നമുണ്ട്. കുറച്ചു സമയം മുമ്പ് വരെ ഒരു യുവതിയുടെ നന്മയ്ക്ക് വേണ്ടി ഒരു ശ്രമം മാഡം നടത്തി. പക്ഷെ അത് മുടങ്ങിപ്പോയി. ഞാൻ പറഞ്ഞത് കറക്റ്റ് അല്ലേ മാഡം? അതെ. ആ അതാ ഞാൻ പറഞ്ഞത്. സത്യം മാത്രമേ ഞാൻ പറയൂ. കൊട്ടാരത്തിന്ന് കുടിലേക്ക് എന്ന് പറയുന്നത് പോലെ പിന്നെ മനസ്സിന്റെ വലിപ്പം കൊണ്ട് അവിടെ കഴിഞ്ഞങ്ങ് പോകുന്നു. ഇനിയും പറയാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. ഞാൻ ഇതുവരെ പറഞ്ഞത് കള്ളമാണെന്ന് തോന്നുന്നെങ്കിൽ മാഡത്തിന് ഇപ്പൊ തന്നെ പോവാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.